നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഈ ശംഖുപുഷ്പം പൊതുവെ നീല, വെള്ള എന്നീ രണ്ട് നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ശംഖുപുഷ്പം എന്ന ഈ വിശേഷ സസ്യത്തെ നമ്മുടെ ഗ്രഹത്തിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തിനും ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്കും കൈവന്നു ചേരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ശംഖുപുഷ്പം നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കൈവരുന്ന ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ പലരുടെയും, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഞാൻ ഈ പറഞ്ഞ ശംഖുപുഷ്പം ഉണ്ടാവും, നിങ്ങൾ നട്ടു വളർത്തുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കാഴ്ചയ്ക്ക് ഭംഗി എന്നതിലുപരി ഔഷധ ഗുണവും ദേവകൾക്ക് പ്രിയവുമാർന്നിട്ടുള്ള ഒരു സസ്യമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ആ ചെടിയെ നട്ട് പരിപാലിക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശംഖുപുഷ്പം വളർത്തുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നത് വഴി എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ വീടിനെയും ആ വീട്ടിൽ താമസിക്കുന്നവരെയും തേടിയെത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പല നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ അവൈലബിൾ ആണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും രണ്ട് നിറത്തിലുള്ള ശംഖുപുഷ്പമാണുള്ളത്, വെള്ള, നീല. ഈ രണ്ട് നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് വഴിയുള്ള ഗുണങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതിൽ ആദ്യം തന്നെ നീല നിറത്തിലുള്ള ശംഖുപുഷ്പം. ഈ ഒരു ശംഖുപുഷ്പം 3 ദേവകൾക്ക് വളരെ പ്രിയങ്കരമാണ്. അതിൽ തന്നെ ആദ്യത്തെ ദേവൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാന് അതീവ വിശേഷമായിട്ടുള്ള ഒരു പുഷ്പമാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നീല ശംഖുപുഷ്പം. നീല ശംഖുപുഷ്പം ഒരു ഗ്രഹത്തിൽ വിടർന്നു നിൽക്കുന്നുവെങ്കിൽ ഉറപ്പായും ആ ഒരു വീട്ടില് ശ്രീകൃഷ്ണ ഭഗവാന് പ്രിയമാർന്ന ഒരു ഭക്തനോ ഭക്തയോ ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളുടെ വീട്ടില് നീല ശംഖുപുഷ്പം തുടർച്ചയായിട്ട് പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീട്ടില് ആരെങ്കിലും ശ്രീകൃഷ്ണന്റെ ഭക്തയായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനില് അതീവമായി വിശ്വസിക്കുന്ന, ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാള് ആ വീട്ടിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ദേവൻ എന്ന് പറയുന്നത് നീലകണ്ഠനാണ്. സാക്ഷാൽ പരമേശ്വരന്റെ ഇഷ്ടപുഷ്പമായിട്ടാണ് നീല ശംഖുപുഷ്പത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമേശ്വരന്റെ ദിവ്യ സാന്നിധ്യമുള്ള ഗ്രഹങ്ങളിലും നീല ശംഖുപുഷ്പം ശരിക്കും വിടരുന്നതാണ്. നിങ്ങളുടെ വീട്ടില് ഒരു കൃഷ്ണഭക്തനോ ഭക്തയോ അല്ലെങ്കിൽ ഒരു പരമേശ്വര ഭക്തനോ ഭക്തയോ ഉണ്ട് എങ്കിൽ നീല ശംഖുപുഷ്പം ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തില് ആ ഒരു മണ്ണില് വളരുന്നതാണ്, നിറയെ പൂക്കളും പിടിക്കുന്നതാണ്. ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ മണ്ണിലും ശംഖുപുഷ്പം അങ്ങനെ വളരില്ല. ചില ഘട്ടങ്ങളിൽ ചില വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇക്കൂട്ടത്തിൽ ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ശംഖുപുഷ്പത്തിന്റെ തൈയൊക്കെ കൊണ്ടു നടുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ വിത്തൊക്കെ ഇടുന്നു, എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ആ ചെടി ആ മണ്ണിൽ വളർന്നു വരില്ല. അല്ല എന്നുണ്ടെങ്കിൽ എത്രയൊക്കെ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാലും അതിൽ പൂക്കൾ ഉണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീട്ടില്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടില്, ഭഗവാനെ ഇഷ്ടപ്പെടുന്നവരുടെ വീട്ടിൽ മാത്രമാണ് ഈ ചെടി ഉണ്ടാവുന്നത്. ആ വീട്ടിലാണ് ആ മണ്ണിലാണ് ഈ പൂക്കള് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ നീല നിറത്തിലുള്ള ഈ ഒരു ശംഖുപുഷ്പം ശനിദേവനും അല്ലെങ്കിൽ ശനിയുടെ ദേവനായിട്ടുള്ള ശാസ്താവിനും അതിപ്രിയങ്കരമാർന്ന ഒരു പുഷ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കരിനീല നിറത്തിലുള്ള ശംഖുപുഷ്പത്തിൻ്റെതായിട്ടുള്ള പൂവ് ശാസ്താപൂവ്, പൂജകളിലെ ശാസ്താ പൂജയിൽ എന്ന് മാത്രമല്ല കേട്ടോ, ശ്രീകൃഷ്ണ ഭഗവാനെ പൂജ ചെയ്യുന്നതിന്, മാലകൾ കോർക്കുന്നതിന് ഒക്കെയും ഈ ഒരു നീല ശംഖുപുഷ്പം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പരമേശ്വരന്റെ തൃക്കണ്ഠത്തിൽ മാല അല്ലെങ്കിൽ ഹാരം കെട്ടി സമർപ്പിക്കുന്നതിനും ശനീശ്വരനായിട്ടുള്ള ശാസ്താവിന്റെ പൂജകളിലും വഴിപാടുകളിലും ഒക്കെ മാല കെട്ടി നിവേദ്യമായിട്ട് നൽകാനായിട്ട് നമുക്ക് ഈ നീല ശംഖുപുഷ്പം ഉപയോഗിക്കാവുന്നതാണ്.
അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ 3 ദേവകളുടെയും അനുഗ്രഹം വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനും അവരുടെ അനുഗ്രഹവും കടാക്ഷവും വളരെ പെട്ടെന്ന് സിദ്ധിക്കുന്നതിനും ഈ ചെടികളെ നട്ട് പരിപാലിക്കുന്നതിലൂടെ അതിൽ വിടരുന്ന പൂക്കള് എടുത്ത് നമ്മൾ പൂജയിൽ ഉപയോഗിക്കുന്നതിലൂടെ കൈവരുന്നതാണ്. ശാസ്താവിന്റെ അനുഗ്രഹ കടാക്ഷമുള്ള ഗ്രഹങ്ങളിലും അല്ലെങ്കിൽ ശാസ്താവിന് പ്രിയങ്കരമായിട്ടുള്ള ഒരു ഭക്തനുള്ള ഗ്രഹത്തിലും ശംഖുപുഷ്പം നന്നായിട്ട് തഴച്ചു വളരും എന്നുള്ളതാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അംശമായതുകൊണ്ട് അല്ലെങ്കിൽ അവതാരമായതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യവും നീല ശംഖുപുഷ്പമുള്ള ഒരു ഗ്രഹത്തിൽ ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം മഹാവിഷ്ണു ഭഗവാൻ എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മി ദേവിയും ഉണ്ടാകും. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷവും ഈ ഒരു ചെടിയുടെ അനുഗ്രഹത്താൽ നമുക്ക് വന്നു ഭവിക്കുന്നതാണ്. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നീലശംഖുപുഷ്പം മാലയായിട്ട് കോർത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ദേവകൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. ആ ദേവീദേവന്മാരുടെ അനുഗ്രഹം നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പൂക്കൾ വിടരുന്ന ദിവസങ്ങളിൽ ശാസ്താവിന് ഈ ഒരു നീല ശംഖുപുഷ്പം കൊണ്ടുപോയിട്ട് പൂജകൾക്കായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ശനിദോഷത്തിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള മുക്തി കൈവരും എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ശംഖുപുഷ്പം വളർത്തുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വളർത്തുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്, അല്ലെങ്കിൽ അതിന്റെ ഫലം ഇരട്ടിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട 4 ദിശകളാണുള്ളത്. ഈ 4 ദിശകളില് ചില പ്രത്യേക സ്ഥാനങ്ങളില് ഈ ശംഖുപുഷ്പത്തിൻ്റെതായിട്ടുള്ള ചെടി നട്ടു വളർത്തുമ്പോഴാണ് ശരിയായിട്ടുള്ള ആ ഒരു ഗുണഫലം നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ശരിയായ ഒരു ദിശയിൽ നിൽക്കുന്ന ശംഖുപുഷ്പങ്ങൾക്ക് അതീവമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാകും. ആ ഒരു ശക്തി കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും കടന്നു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമേൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്രമേൽ നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അതിന്റെ ആകർഷണ ശക്തി എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ്. ഇനി അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കും അത് വളരെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവരെ സങ്കല്പിച്ച് നൽകിയിട്ടുള്ള വടക്ക് ദിശയിൽ ഈ ഒരു കരിനീല നിറമുള്ള ശംഖുപുഷ്പം നട്ടു വളർത്തിക്കഴിഞ്ഞാല്, അതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ച് അതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാല് നിങ്ങളുടെ കുടുംബത്തിലേക്ക് മഹാഭാഗ്യം തേടി വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കരിനീല നിറമുള്ള ഈ ഒരു ശംഖുപുഷ്പം കണി കാണുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ആ ഒരു ദിവസം എല്ലാം കൊണ്ടും നല്ലതായി തീരാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചേരാനും ഇങ്ങനെ ശംഖുപുഷ്പം കണി കാണുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വെളുത്ത ശംഖുപുഷ്പത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സസ്യമാണ് വെളുത്ത ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നീല ശംഖുപുഷ്പം ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ടതാകുന്നത് മഹാവിഷ്ണുവിന് പൂജകൾക്കായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. വിഷ്ണുവിന്റെ ഒരു അംശമായിട്ട് അല്ലെങ്കിൽ വിഷ്ണുദേവൻ ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷവും നമുക്ക് ലഭിക്കുന്നത് അതുവഴി. എന്നാൽ വെളുത്ത ശംഖുപുഷ്പം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി ഏറ്റവും പ്രിയങ്കരമായിട്ട് കണക്കാക്കുന്ന, ദേവിക്ക് തന്നെ ഏറ്റവും പ്രിയമായിട്ടുള്ള ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു പുഷ്പമാണ്. അപ്പോൾ ഈ ഒരു വെളുത്ത ശംഖുപുഷ്പവും നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്നത് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യവും അതുവഴി നമുക്ക് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകുന്നതിനും കാരണമാകും. അപ്പോൾ ഈ ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടില് ആ ഒരു ഭാഗ്യം സിദ്ധിച്ച ആളുകൾ ഉണ്ട് എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും വീട്ടിൽ ശംഖുപുഷ്പത്തിന്റെ തൈ വാങ്ങി നട്ടു വളർത്തുക. നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ടുതരാൻ ഇത് കാരണമാകും. വെറുതെ നട്ടു വളർത്തിയാൽ മാത്രം പോരാ, അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം അതിൽ പൂക്കൾ ഉണ്ടാവുന്നതോടുകൂടി നിങ്ങളുടെ സകല കഷ്ടകാലങ്ങളും അവസാനിച്ച് സർവ്വ ഐശ്വര്യം ആ കുടുംബത്തെ തേടിയെത്തും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.